നോർത്ത് കൊറിയൻ സൈനികർ റഷ്യയ്ക്കുള്ളിലേക്ക് വന്നു. 12,000 സൈനികർ വരെയും റഷ്യയ്ക്കുള്ളിൽ ഇപ്പോ ഉണ്ടെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഇവർ യുദ്ധകളത്തിലേക്ക് ഇറങ്ങിയോ ഇല്ലയോ? ഈ 12,000 സൈനികരെ കൊണ്ടുവന്ന് റഷ്യ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഇവരെ വെച്ച് റഷ്യയെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ള പല ചോദ്യം നമ്മെ ചുറ്റിയുണ്ട്. ഇപ്പോ അവയ്ക്കെല്ലാം വ്യക്തമായ ഒരു ഉത്തരം ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 50,000 റഷ്യൻ സൈനികർ, അവരുടെ കൂടെ 10,000 നോർത്ത് കൊറിയൻ സൈനികർ, മൊത്തം 60,000 പേർ എത്രയും പെട്ടെന്ന് ഉക്രൈനുള്ളിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നോർത്ത് കൊറിയൻ സൈനികർ മുഴുവനും കേഴ്സ് പ്രദേശങ്ങളെ തിരികെ എടുക്കാനും മറ്റ് 50,000 സൈനികേഴ്സ് ഈസ്റ്റേൺ ഫ്രണ്ടിനെ നോക്കി കോൺസെൻട്രേറ്റ് ചെയ്യും. നോർത്ത് കൊറിയൻ സൈനികർ മുഴുവനും കേഴ്സ് പ്രദേശങ്ങളെ തിരികെ എടുക്കാനുള്ള ബാറ്റിലായിരിക്കും. മറ്റ് 50,000 സൈനികേഴ്സ് ഈസ്റ്റേൺ ഫ്രണ്ടിനെ കോൺസെൻട്രേറ്റ് ചെയ്യും. അതായത് പോക്രോവേഴ്സിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ സാബ്രോസീഷ്യ ഈ ഫ്രണ്ടിലേക്ക് അയക്കാൻ പോകുന്നതായി അമേരിക്കയുടെ ഒരു അറിയിപ്പിലൂടെ പുറത്തു വന്നു. അപ്പോ ഉക്രൈനെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ഈ ഒരു അറിയിപ്പ് തീർച്ചയായും നല്ല കാര്യമേ അല്ല. ഇവയെക്കുറിച്ചെല്ലാം ഈ ഒരു വീഡിയോയിലൂടെ വിശദമായി അറിയാം. ഐക്യരാഷ്ട്രസഭയിൽ ഒരു തീരുമാനം കൊണ്ടുവന്നു. നാസിസം, ജർമ്മനി, ഹിറ്റ്ലർ. ഈ നാസി എന്ന വാക്ക് കേൾക്കുമ്പോ തന്നെ ലോകത്തിലെ പല രാജ്യങ്ങൾക്ക് ഇഷ്ടമല്ല. കാരണം അത്രത്തോളം വർണ്ണ വിവേചനം. ഒരു കൂട്ടം മനുഷ്യരെ എത്രത്തോളം വെറുക്കാൻ സാധിക്കുമോ, അവരെ കൊല്ലാൻ എത്രത്തോളം തരം താഴ്ന്ന് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ളതെല്ലാം രണ്ടാം ലോക മഹായുദ്ധത്തിലൂടെ തന്നെ ലോകം കണ്ടതാണ്. അങ്ങനെയുള്ള നാസിസം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. നിയോ നാസിസം എന്ന പുതിയ പേരിലൂടെ ഇന്നും ലോകത്തുണ്ട്. അതും പ്രധാനമായി യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ഈ നിയോ നാസിസം അധികമായി വളരാൻ തുടങ്ങിയെന്നുള്ളത് റഷ്യ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അത് സത്യമാണ്. ഇങ്ങനെയുള്ള നിയോ നാസിസത്തിന് എതിരെ റഷ്യ ഒരുപാട് തവണ പല രീതിയിലുള്ള റെസല്യൂഷൻസ് കൊണ്ടുവന്നു. അതുപോലെ ഐക്യരാഷ്ട്രസഭയിലും ഈ നിയോ നാസിസത്തിന് എതിരെ ഒരു റെസല്യൂഷൻ കൊണ്ടുവന്നു. ഇതിന് പല രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ചില രാജ്യങ്ങൾ, മൊത്തം 54 രാജ്യങ്ങൾ ഇതിന് എതിർപ്പ് പ്രകടിപ്പിച്ചു. 114 രാജ്യങ്ങൾ ഇതിന് സപ്പോർട്ട് നൽകി. ഈ 54 രാജ്യങ്ങളിൽ കൂടുതൽ രാജ്യങ്ങളും പ്രോ വെസ്റ്റ് രാജ്യങ്ങളാണ്. ഈ റെസല്യൂഷന് ഇസ്രായേൽ സപ്പോർട്ട് ചെയ്തു. കൂടാതെ നിയോ നാസിസത്തിന് ഞങ്ങൾ എതിരാണ് എന്ന് പറഞ്ഞ പല രാജ്യങ്ങളും ഈ റെസല്യൂഷനെ എതിർത്തിട്ടുണ്ട്, ഉക്രൈൻ ഉൾപ്പെടെ. അപ്പോ ഇവിടെ നാസിസം എന്നത് പല ഫോംസിൽ നടക്കുന്നുണ്ട്. ഇത്രയും രാജ്യങ്ങൾ ഇതിനെ എതിർത്തതിന് അവർ പറഞ്ഞ ഒരു കാരണം, റഷ്യ ഉക്രൈൻ യുദ്ധം ഈ നിയോ നാസിസത്തെ അടിസ്ഥാനമാക്കി നടക്കുന്നതാണ്. റഷ്യ ഇൻഡയറക്റ്റായി ഉക്രൈൻ യുദ്ധത്തെ നാസിസവുമായി താരതമ്യം ചെയ്യുകയാണ്. എങ്ങനെയാണോ നാസി ജർമ്മനി രണ്ടാം ലോക മഹായുദ്ധത്തിൽ സൈനികരെ കൊന്നത്, അതുപോലെ റഷ്യ ഇവിടെ ചെയ്യുകയാണ്. അതുകൊണ്ട് ഈ തീരുമാനത്തെ ഞങ്ങൾ എതിർക്കുന്നുവെന്ന് അവർ വ്യക്തമായ ഒരു വിശദീകരണം നൽകി. എന്നാൽ ഇവിടെ ഇവർ എത്ര തന്നെ വിശദീകരണം നൽകിയാലും ഇതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമേ അല്ല. കാരണം കാനഡ പാർലമെന്റിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയുള്ള ബഹുമാനം നൽകി എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോ ലോകത്തെ സംബന്ധിച്ച് നാസിസം എന്നത് ഏത് ഫോമിൽ വന്നാലും അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള റഷ്യയുടെ സ്റ്റാൻഡ് വീണ്ടും അവിടെ തെളിയിച്ചു. ഇപ്പോ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. 50,000 റഷ്യൻ സൈനികർ തയ്യാറായി എന്ന് പറഞ്ഞു. ഇത് അമേരിക്കയുടെ ഇന്റലിജൻസ് ഒഫീഷ്യൽസ് മാത്രമല്ല, നിയോ ടൈംസും വ്യക്തമായ ഒരു റിപ്പോർട്ടായി തന്നെ പറഞ്ഞു. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇതൊരു മാക്സിമം കൗണ്ട് അല്ല, കുറഞ്ഞത് 50,000 സൈനികരെ റഷ്യ ഇപ്പോൾ ട്രെയിൻ ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ട്രെയിൻ ചെയ്ത് അവസാനിപ്പിക്കുന്നതൊക്കെ ഒരു സാധാരണ കാര്യമാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രെയിൻ ചെയ്യുന്ന സൈനികരെ ബാച്ച് ബൈ ബാച്ചായി വിഭജിക്കുകയും വാർ ഫ്രണ്ടിലേക്ക് അയക്കും. ഇതൊരു സാധാരണ കാര്യമാണ്. എന്നാൽ ഈ 50,000 സൈനികരുടെ കൂടെ ചേർത്ത് 10,000 നോർത്ത് കൊറിയൻ സൈനികരെയും റഷ്യ ട്രെയിൻ ചെയ്ത് അവസാനിപ്പിച്ചു. കൂടാതെ ബാറ്റിൽ ഫീൽഡ് അസസ്മെന്റ്, യുദ്ധ സാഹചര്യം എങ്ങനെയായിരിക്കും, കേഴ്സ് പ്രദേശങ്ങളിൽ നടക്കുന്ന റിയൽ ടൈം ബാറ്റിൽ അവരെ ഉൾപ്പെടുത്തി. ഇത് യഥാർത്ഥത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ആയ കാര്യമാണ്. നോർത്ത് കൊറിയൻ സൈനികർ കേഴ്സ് പ്രദേശത്തേക്ക് നുഴയും എന്നുള്ളത് മാത്രമാണ് ഇതുവരെയും പുറത്തു വന്ന വാർത്ത. ഒരു പക്ഷെ അവർ അകത്തേക്ക് പോകാം, അകത്തേക്ക് പോയതിനു ശേഷം നേരിട്ട് ഉക്രൈനുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടാമെന്ന്. എന്നാൽ ഇപ്പോ ഇവിടെ റഷ്യ ചെയ്യാൻ തുടങ്ങിയത് നേരിട്ട് അവരെ ഉക്രൈൻ സൈനികരുമായി യുദ്ധം ചെയ്യിപ്പിക്കുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ള സാഹചര്യങ്ങൾ അവരെ മനസ്സിലാക്കിപ്പിക്കുകയാണ്. കാരണം നോർത്ത് കൊറിയൻ സൈനികർക്കും അവരുടെ ഭൂപ്രദേശത്തിനും റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ആ ഭൂപ്രദേശത്തിനും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോ ഇവിടെ ഭൂപ്രദേശത്തിന്റെ സ്വഭാവം മാത്രമല്ല, സത്യത്തിൽ യുദ്ധം എങ്ങനെ സംഭവിക്കും എന്നുള്ളതെല്ലാം മനസ്സിലാക്കി കൊടുക്കണം. ഡ്രോൺസ് ഇതുവരെയും നോർത്ത് കൊറിയൻ സൈനികർ കണ്ടിട്ടില്ല. ഒരുപാട് പേർക്ക് ഡ്രോൺസ് തന്നെ ഒരു പുതുമയുള്ള കാര്യമായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ
ഇപ്പോൾ ഉക്രൈൻ യുദ്ധത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത് റിയൽ ടൈം എക്സാമ്പിൾസോടുകൂടി തന്നെ ഒരു എക്സസൈസ് ആയി റഷ്യ നോർത്ത് കൊറിയൻ സൈനികർക്ക് നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ന്യൂയോർക്ക് ടൈംസ് ഔദ്യോഗികമായി തന്നെ കൺഫേം ചെയ്തു. ഇവരുടെ തന്ത്രം ഇവിടെ എങ്ങനെ വർക്കാകുന്നു എന്ന് ചോദിച്ചാൽ, നേരത്തെ കേർസ്കിൽ പകുതിയോളം പ്രദേശം റഷ്യ പിടിച്ചെടുത്തു. ഉക്രൈന്റെ കൺട്രോളിൽ ഉണ്ടായിരുന്നതിൽ 600 സ്ക്വയർ കിലോമീറ്റർ വരെ റഷ്യയുടെ കൺട്രോളിലേക്ക് വന്നു. ഇപ്പോ ഫ്രണ്ട് ലൈനോട് ചേർന്ന്, അതായത് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ യുദ്ധം നടക്കുന്ന കേഴ്സ് പ്രദേശത്തു നിന്നും 5-10 കിലോമീറ്റർ ദൂരം വരെയും ഈ നോർത്ത് കൊറിയൻ സൈനികർ അകത്തേക്ക് പോവുകയാണ്. ഇങ്ങനെ കൊണ്ടുപോകുന്ന സൈനികർക്ക് യഥാർത്ഥത്തിൽ അവിടെ എന്ത് സംഭവിക്കുന്നു? പ്രധാനമായും കിടങ്ങുകളിൽ ഒളിച്ചിരുന്ന് യുദ്ധം ചെയ്യുന്നത് ഒരു പ്രധാനപ്പെട്ട യുദ്ധതന്ത്രമാണ്. അതുപോലെ ഡീപ് ട്രെഞ്ച് വാർഫെയർ, കിടങ്ങുകളെ നശിപ്പിക്കുന്നതും ഒരു യുദ്ധതന്ത്രമാണ്. ഇതിൽ അവർക്ക് കൂടുതൽ ട്രെയിനിങ് നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നോർത്ത് കൊറിയൻ സൈനികർ അകത്തേക്ക് പോകുമ്പോൾ അവർ ഒരു ഹെവി ഇൻഫാൻട്രി ആയിട്ട് പോകുന്നില്ല, ലൈറ്റ് ഇൻഫാൻട്രി ആയിട്ടാണ് പോകുന്നത്. ഇവ രണ്ടും എന്തെന്ന് ചോദിച്ചാൽ, ഹെവി ഇൻഫാൻട്രി എന്ന് പറഞ്ഞാൽ അവർക്ക് ആർമഡ് വെഹിക്കിൾസിന്റെ സപ്പോർട്ട് ഉണ്ടാകും, കൂടാതെ ആർട്ടിലറി യൂണിറ്റ്സ് ഉണ്ടാകും, ആർട്ടിലറി സപ്പോർട്ട്സ് എല്ലാം തന്നെ നൽകും. ലൈറ്റ് ഇൻഫാൻട്രി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്നും തന്നെ നൽകുകയില്ല. പറഞ്ഞു വന്നാൽ ഒരു റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ്, പെട്ടെന്ന് ഒരു ആക്രമണം നടത്തുക എന്നതിനു വേണ്ടി ഇങ്ങനെ യാതൊരു പ്രൊട്ടക്ഷനും ഇല്ലാതെ ചില സെറ്റ് ഓഫ് സോൾജേഴ്സിനെ വിഭജിച്ചെടുക്കും, ചെറിയ ചെറിയ യൂണിറ്റ്സ് അകത്തേക്ക് അയക്കും. അങ്ങനെ അകത്തേക്ക് പോകുമ്പോൾ ഇവർക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ സംഭവിക്കും, ഡ്രോൺസ് കാരണം യുദ്ധം എങ്ങനെയെല്ലാം മാറുന്നു എന്നുള്ള റിയൽ ടൈം ബാറ്റിൽ എക്സ്പീരിയൻസ് ഇപ്പൊ നോർത്ത് കൊറിയൻ സൈനികർക്ക് റഷ്യ നൽകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ 10,000 സൈനികരെ അകത്തേക്ക് അയക്കുന്നു. ഇങ്ങനെ അകത്തേക്ക് അയക്കുമ്പോൾ അവിടെ എന്ത് മാറ്റം സംഭവിക്കും? കാരണം റഷ്യയെ സംബന്ധിച്ച് ഒരു മാസത്തിൽ കുറഞ്ഞത് 20,000 സൈനികരെങ്കിലും റിക്രൂട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ബാറ്റിൽ ഫീൽഡ് നടക്കുന്ന നഷ്ടങ്ങൾ, യുദ്ധത്തിൽ റഷ്യക്ക് സംഭവിക്കുന്ന നഷ്ടങ്ങൾ, ഇവയെല്ലാം ശരിയാക്കാൻ സാധിക്കൂ, ആ ഒരു ഘടന തകരാതെ നിലനിർത്താൻ സാധിക്കൂ. എന്നാൽ ഇത്രത്തോളം റഷ്യക്കുള്ളിൽ ഒരു സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. എന്നാൽ ആളുകളുടെ ക്ഷമം തീർച്ചയായും ഉണ്ട്, അതറിയാവുന്ന കാര്യമാണ്. എത്രത്തോളം സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നു എന്നുള്ള ഡേറ്റാസ് ഒന്നും റഷ്യയിൽ നിന്നും ലഭിക്കുന്നില്ല. അങ്ങനെ മറ്റൊരു ദിശയിൽ നോക്കിയാൽ ഉക്രൈനിൽ ഫോഴ്സ്ഡ് മൊബിലൈസേഷൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള പല ഫൂട്ടേജസും വരുന്നുണ്ട്. ഒരുപാട് പേർ ഉക്രൈനിൽ നിന്നും രക്ഷപ്പെട്ട് റഷ്യയിൽ കീഴടങ്ങിയ ഉക്രൈൻ സിറ്റിസൺസിന്റെ കഥ പോലുമുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആവറേജ് ഒരു ദിവസത്തിൽ ഈസ്റ്റേൺ ഫ്രണ്ട്, കേർസ്ക് ഇവ രണ്ടും ചേർത്ത് 1200 ഉക്രൈൻ സൈനികരെങ്കിലും ഒറ്റ ദിവസത്തിൽ മരിക്കുന്നുണ്ട്. ഇത് ശരാശരിയായ ഒരു കണക്കാണ്. വളരെ ശക്തമായ ഒരു യുദ്ധം നടക്കുമ്പോൾ, റഷ്യ റിവെഞ്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഉക്രൈൻ റിവെഞ്ച് എടുക്കുമ്പോൾ ഈ എണ്ണം എന്നത് തീർച്ചയായും അധികമാകും. നഷ്ടങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 2024 ജൂൺ ജൂലൈ മാസത്തിനു ശേഷം ഉക്രൈൻ ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ 60% കൂടിയെന്ന് പല റിപ്പോർട്ടുകളും പറയുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം മാൻ പവർ ലോസ് ആണ്. ഉക്രൈനെ സംബന്ധിച്ചു ആളുകളുടെ ക്ഷാമം അധികമായിക്കൊണ്ടിരിക്കുന്നു. ഇത് റിപ്പോർട്ടിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. ഉക്രൈൻ കേർസ്കിനുള്ളിലേക്ക് അവരുടെ സൈനികരെ അയച്ചു. അതിനെ ഡിഫൻഡ് ചെയ്യാൻ റഷ്യയും അകത്തേക്ക് വന്നു. റഷ്യക്ക് സപ്പോർട്ടായി നോർത്ത് കൊറിയൻ സൈനികരും അകത്തേക്ക് വന്നു. അവിടെ യുദ്ധം നടക്കാൻ പോകുന്നു. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യം. അപ്പോ ഈ 50,000 സൈനികരെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈസ്റ്റേൺ ഫ്രണ്ടിൽ നേരത്തെ തന്നെ റഷ്യ സ്ട്രോങ് ആണ്. ഉക്രൈനും കഴിയുന്നത്ര അകത്തേക്ക് ഡിഫൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യാൻ സാധിക്കും? ഈ 50,000 സൈനികർക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, ഈസ്റ്റേൺ ഫ്രണ്ടിൽ ഡിഫൻസീവ് ലൈൻ ഫോം ചെയ്യുക. കൂടാതെ പ്രധാനപ്പെട്ട ഒരു സർപ്രൈസ് അസോൾട്ടിന് ഉക്രൈൻ സൈനികർക്കെതിരെ റഷ്യ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. സർപ്രൈസ് അസോൾട്ട് നിങ്ങൾക്കറിയാമായിരിക്കും. പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത വിധത്തിൽ, പ്രതീക്ഷിക്കാത്തത്ര സൈനികരുമായി ചെന്ന് ഉക്രൈനെ ആക്രമിക്കുക. ഇവയെല്ലാം ചുറ്റിത്തിരിഞ്ഞു വന്ന് ഒരേ പോയിന്റിൽ അവസാനിക്കും. ജനുവരി മാസത്തിനുള്ളിൽ, അതായത് വരുന്ന 50-60 ദിവസത്തിനുള്ളിൽ ആരാണോ അധിക ഭൂപ്രദേശം പിടിച്ചെടുക്കുന്നത് അവരുടെ തലയായിരിക്കും ഈ യുദ്ധത്തിൽ പൊങ്ങി നിൽക്കാൻ പോകുന്നത്. കാരണം യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കും. അങ്ങനെ അവസാനിക്കുന്നതിന് മുൻപ് ആരുടെ പക്കലാണോ കൂടുതൽ ഭൂപ്രദേശം ഉള്ളത് അവർ പറയുന്നത് മാത്രമായിരിക്കും ഈ സമാധാന ചർച്ചയിൽ നടക്കുക. അപ്പോ റഷ്യയെ സംബന്ധിച്ച് ഇപ്പോ പ്രധാനപ്പെട്ട ഒരു സർപ്രൈസ് ആക്രമണത്തിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഉക്രൈൻ ഇതിന് എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് വരുന്ന വീഡിയോസിലൂടെ അറിയാം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.